നമസ്കാരം. അപ്പോഴത്തെ ഒരു സന്തോഷവും ആ അനുഭവം പറഞ്ഞപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാൻ തോന്നി. അനന്തൻ എന്നാണ് പേര്. അപ്പോഴെന്ന് വിളിക്കും. ഭാര്യ അംബിക ചേച്ചി, ഒരേ ഒരു മോള് അർച്ചന. വലിയ സന്തോഷത്തിലും അത്ഭുതത്തിലാണ് അപ്പോഴത്തെ. കാരണം ഇതുവരെ പാൻസ് ധരിച്ചിട്ടില്ല. മോളുടെ നിർബന്ധപ്രകാരം ഒരു 1/2 ഡസൻ പാൻറ്റ് ചെയ്യിച്ചു. പത്നിക്കും നല്ല മുന്തിയ സാരിയും വസ്ത്രങ്ങളൊക്കെ. 60-ാം പിറന്നാളിൻ്റെ തിരക്കിലാണ്. അതിൽ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ 60-ാം പിറന്നാൾ കൊണ്ടാടുന്നത് യൂറോപ്പിലാണ്. മോൾ അവിടെയാണ്. മോൾക്കൊരു നിർബന്ധം, അച്ഛനെയും അമ്മയെയും അങ്ങോട്ട് കൊണ്ടുപോകണം. അച്ഛൻ്റെ 60-ാം പിറന്നാൾ ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള നിലയിൽ അച്ഛനും അമ്മയ്ക്കുള്ളൊരു സമ്മാനമായിട്ട്. പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കൂലിവേല ചെയ്യുന്ന ഒരാളാണ്. അങ്ങനൊരു കൊച്ചു കുടുംബമാണ് അവരുടെ. ചേച്ചിയും അത്യാവശ്യം അദ്ദേഹത്തിനെ സഹായിക്കും ജോലികളിലൊക്കെ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ ആടിനെയൊക്കെ വളർത്താറുണ്ട്. അപ്പോൾ അതങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ആടിനെ കംപ്ലീറ്റ് കൊടുക്കില്ല, കുറച്ചെണ്ണം വിത്തിന് മാറ്റി വയ്ക്കുന്ന മാതിരി അങ്ങനെ വയ്ക്കും, കൊടുക്കും, കാര്യം നടത്തും. അങ്ങനെ മോളെ പഠിപ്പിച്ച് ആൺകുട്ടികളില്ല എന്നുള്ള ആ ഒരു ദുഃഖം അദ്ദേഹത്തിനെയും ബാധിച്ചിട്ടില്ല. മോളെയും ഒരാണിൻ്റെ കരുത്തോടു കൂടി തന്നെ വളർത്തി. ചെറുപ്പത്തിൽ കളരി അഭ്യാസം വരെ അദ്ദേഹം കളരിയിൽ വിട്ട് പഠിപ്പിച്ചു. ബുദ്ധിമതിയായ കുട്ടി. അവരും ഭക്തനാണ്. നല്ല കഷ്ടപ്പെട്ട് ഭഗവാനോടൊരു പരാതികളും പറയാതെ ജീവിച്ചു പോയി. മോളും സാഹചര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നേറി വിദേശത്ത് ജോലി നേടി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു ചിന്തയാണ്. കാരണം ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അറിയിക്കാതെ കണ്ട്. വലിയ സ്വർണ്ണമൊന്നുമില്ല, പക്ഷേ എങ്കിലും അതൊക്കെ വിറ്റിട്ടൊക്കെയാണ് മോളെ അക്കരെ അയച്ചത്. പഠിപ്പിച്ചതൊക്കെ ഓരോ ഘട്ടത്തിലും ചിട്ടി പിടിച്ചും ആടിനെ വിറ്റും കഠിനാധ്വാനം ചെയ്തും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സത്യത്തിൽ തന്നെ വളർത്തി രൂപപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയും ശരിക്കും ജീവിതം ആസ്വദിച്ചിട്ടില്ല. അവരത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആയാൽ പോരല്ലോ എന്ന് ആ മോൾക്ക് തോന്നിയെന്ന് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് അവൾ ചിന്തിച്ചുറപ്പിച്ചു. അങ്ങനെ ഏതായാലും 2 മാസം അവിടെ കൂടി 60-ാം പിറന്നാളൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ച് അപ്പോട്ടൻ അമ്പി ചേച്ചിയായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഭഗവാൻ തരുന്നത് എന്താണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അതിനെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ സമ്മാനമായിട്ട് സ്വീകരിക്കുകയും അവർക്ക് ആത്മവിദ്യയും ആത്മധൈര്യവും നൽകി, വിദ്യാഭ്യാസവും നൽകി, അതിനൊപ്പം സംസ്കാരവും കൂടി നൽകി അവരെ വളർത്തി വലുതാക്കുക. ഭഗവാനോട് പ്രാർത്ഥനാപൂർവം നീതിപൂർവം ജീവിക്കുക, മുന്നേറണം എന്നുള്ളൊരു ഉത്തമമായിട്ടുള്ളൊരു ബോധ്യവും ഒരു ലക്ഷ്യവും ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ വിജയിക്കുമല്ലോ. ശാസ്ത്രം പറയുമ്പോൾ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം ഷഡേതേ എത്ര വർത്തന്തി തത്ര തിഷന്തി ദേവതാഹ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഈ ശാസ്ത്രബോധമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടും ആ ഒരു നീതിബോധം കൊണ്ടും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവം, അപ്പോൾ അതിങ്ങനെ പങ്കുവെച്ചപ്പോൾ അതേ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. സത്യത്തിൽ നമുക്കും അത് വിസ്തരിക്കുമ്പോൾ കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണിൽ വെള്ളം വന്നു. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അത് നിങ്ങളെ കൂടി അറിയിക്കണം എന്ന് തോന്നി.
കൊറോണയ്ക്ക് മുമ്പാണ് നമ്മൾ യജ്ഞത്തിന് ചെല്ലുമ്പോഴാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അല്ല, നമ്മളതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും ഒരുപാട് സന്തോഷം. ഈ കാര്യം അറിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തോന്നി. കാരണം പെൺകുട്ടിയെ ശരിക്കും ഒരു വീരവനിതയായിട്ട് തന്നെ വളർത്തി നന്നായി ഈശ്വരാനുഗ്രഹം കൊണ്ട്. അത് മാത്രമല്ല, കുഞ്ഞിനത് അച്ഛനമ്മമാരെ പറ്റിയിട്ടുള്ള ഇന്നധികവും എന്താ പറയുക, ഒരു തരത്തിലായി കഴിഞ്ഞാൽ പിന്നെ വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും അനുസരണക്കേടുമൊക്കെ ആയിട്ടൊക്കെയാണല്ലോ മക്കൾ പോകുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നല്ലൊരു നിറവ് തോന്നി കാര്യം അറിഞ്ഞപ്പോൾ. നിങ്ങളെ കൂടി അറിയിക്കണം തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമസ്കാരം.